ക്ലാസ് തിരക്കഥയിലെ മാസ് പൃഥ്വിരാജ് വിലായത്ത് ബുദ്ധ റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഒരു സിനിമയുടെ ദൈർഘ്യം സിനിമ പ്രേക്ഷകരുടെ ക്ഷമ പലപ്പോഴും പരീക്ഷിക്കുന്ന ഈ കാലത്ത് 3 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള വിലായത്ത് ബുദ്ധ ഒരു നിമിഷം മന്ദഗതിയാക്കാതെ ശക്തമായ ഉള്ളടക്കവും കൈയടിപ്പിക്കുന്ന കഥ പറച്ചിലും കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന അപൂർവ അനുഭവം ഒരുക്കുന്നു. പ്രതിപാദനനായി സംവിധായകൻ സച്ചിൻ ചെയ്യാനിരുന്ന സ്വപ്ന പ്രൊജക്ട് നാളുകൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ തകിടം മറിക്കാതെ മലയാള സിനിമയിൽ ഏറെ നാളുകൾക്ക് ശേഷം കാണുന്ന വിഷ്വൽ റിയലിസത്തിന്റെ ഒരു പാഠപുസ്തകമായിട്ടാണ് വിലായത്ത് ബുദ്ധ. സച്ചിയുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യാരുടെ സ്വതന്ത്ര സംവിധായകനായുള്ള അരങ്ങേറ്റമാണ് വിലായത്ത് ബുദ്ധ. GR ഇന്ദുഗോപന്റെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി ഇന്ദുഗോപനും രാജേഷ് പിന്നാടും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. പൊന്മാന് ശേഷം ഇന്ദുഗോപന്റെ മറ്റൊരു രചന കൂടി പ്രേക്ഷകർക്ക് മികച്ച സിനിമാനുഭവം പകരുന്ന കാഴ്ചയാണ് വിലായത്ത് ബുദ്ധ. മറയൂർ അടിവാരത്തെ സാമൂഹിക ഭൗമിക സാഹചര്യങ്ങളിലേക്ക് ആഴത്തിൽ കടന്നുകൊണ്ടുള്ള ഈ കഥ ചന്ദനത്തെയും മനുഷ്യനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന സംഘർഷങ്ങൾക്കുമൊപ്പം അധികാരവും പ്രതികാരവും ചേർന്നുള്ള ഒരു തീവ്രമായ ഡ്രാമയാണ്. ഇന്ദുഗോപനും രാജേഷ് പിന്നാടും ചേർന്നാണ് തിരക്കഥയിൽ നിന്ന് ഒരു മികവുറ്റ ദൃശ്യഭാഷ ചമയ്ക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ജയൻ നമ്പ്യാർ ചിത്രത്തിന്റെ താളം, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഓരോ നിമിഷവും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നതാണ്. കാന്താര 1, 2 ചിത്രങ്ങളിൽ പ്രകൃതിയുടെ സ്പന്ദനം ക്യാമറയിൽ പകർത്തിയ അരവിന്ദ് കശ്യപും മറയൂരിന്റെ കാടും മണ്ണും അവിടുത്തെ അതേ ആത്മാവോടെ ഒപ്പിയെടുത്തിട്ടുണ്ട്. മലയാളത്തിൽ അപൂർവം സിനിമകൾക്ക് മാത്രമേ പ്രകൃതിയെ ഒരു കഥാപാത്രമാക്കി ഉയർത്തിയിട്ടുള്ളൂ. അവയിൽ ഒന്ന് ഇനി വിലായത്ത് ബുദ്ധ കൂടിയാണ്. ചിത്രത്തിന്റെ വികാര തീവ്രതയെ ജേക്സ് ബിജോയുടെ സംഗീതം കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്നു. ആക്ഷൻ രംഗങ്ങളുടെ പൾസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പശ്ചാത്തല സംഗീതം വലിയൊരളവിൽ സഹായിക്കുന്നുണ്ട്. കലേ കിങ്സൺ, സുപ്രീം സുന്ദർ എന്നിവർ ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ മുഴുവൻ എനർജിയും കരുത്തുമാണ്. ചിത്രത്തിന്റെ റിയലിസ്റ്റിക് സ്വഭാവം കളയാതെ ഗ്രൗണ്ടഡ് രീതിയിലാണ് ആക്ഷൻ രംഗങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ഏകദേശം 1.5 വർഷത്തിന് ശേഷം ഒരു മലയാള സിനിമ നായകനായി എത്തുന്ന പൃഥ്വിരാജ് സുകുമാരൻ തന്റെ കരിയറിലെ ഏറ്റവും നാടനും റിയലിസ്റ്റിക്കുമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുടെ തുടർച്ചയിൽ എന്നാൽ തന്റെ വ്യക്തിമുദ്ര നിലനിർത്തി മാസ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ് ഈ ചിത്രത്തിൽ ആവർത്തിച്ച് തെളിയിക്കപ്പെടുന്നുണ്ട്. തൂവള്ള ഭാസ്കരനായി എത്തുന്ന ഷമി തിലകനാണ് സിനിമയുടെ ഷോ ലിസ്റ്റിൽ. അദ്ദേഹത്തിന്റെ പെർഫോമൻസിലെ ഗാംഭീര്യം പ്രേക്ഷകനെ ഭാസ്കരൻ മാസ്റ്ററുടെ പക്ഷത്തേക്ക് മാറ്റുന്നുണ്ട്. പലപ്പോഴും ഒരുപാട് കാലത്തിന് ശേഷം ഒരു വില്ലനായിട്ടും അതിലേറെ ഒരു മനുഷ്യനായിട്ടും നിലനിൽക്കുന്ന പ്രകടനം. പ്രിയംവദയും രാജശ്രീയും തങ്ങൾക്ക് നൽകിയ കഥാപാത്രങ്ങളെ സത്യസന്ധതയോടെ സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്നു. കാണികൾ മുടക്കുന്ന ടിക്കറ്റ് വിലയ്ക്ക് മൂല്യം നൽകുന്ന ശബ്ദത്തിലും ദൃശ്യത്തിലും ഗുണനിലവാരമുള്ള ഒരു അനുഭവമാണ് വിലായത്ത് ബുദ്ധ നൽകുന്നത്. മറയൂർ കാട് സിനിമയുടെ പശ്ചാത്തലം മാത്രമല്ല, അത് സിനിമയുടെ മുഴുവൻ ശരീരവുമാണ്. ഡബിൾ മോഹനും തൂവള്ള ഭാസ്കരനും ചൈതന്യവും ചേർന്ന് നൽകുന്ന കഥാപ്രപഞ്ചം. മലയാള സിനിമയിൽ അപൂർവമായി മാത്രം പിറക്കുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് വിലായത്ത് ബുദ്ധ. ഒരു ആക്ഷൻ ഡ്രാമ എന്ന ലേബലിൽ ഒരുങ്ങുന്ന ചിത്രം അല്ല, ഒരു മികച്ച സിനിമാനുഭവം കൂടിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.